ഇപ്പം എല്ലാവരും മല ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അതിന് മുമ്പായിട്ട് എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള ഭക്ഷണം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് പോകുന്നവർക്ക് കഴിച്ചിട്ട് പോകാം, കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം. അങ്ങനെ എല്ലാവർക്കും ഇവിടെ ആൾക്ക് കഴിക്കുന്നുണ്ട്. പാക്ക് ചെയ്ത് കൊടുത്ത് മല ഇറങ്ങുമ്പം തന്നെ ഇവിടുന്ന് ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ലെമൺ റൈസാണ്. ഇവിടെ വന്നു പോകുന്നവർക്ക് ഭക്ഷണമൊക്കെ ഇവർ തന്നെ പാകം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളൊന്നും കരുതിയിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ തന്നെയാണ് ഇവർ ഭക്ഷണവും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിരുന്നത്. അവർ ഭക്ഷണം പാചകം ചെയ്യാനുള്ള ആളും എല്ലാ മാസവും കൂടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പോകുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. മല ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രസാദവും ഇന്നലത്തെ പ്രസാദവും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് തീർത്തിട്ട് ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്താണ് ഇവിടുന്ന് മല ഇറങ്ങുന്നത്. വേഗം തീർക്ക് കേട്ടോ മക്കളെ, വേഗം തീർക്ക്. ഇവിടെ നോക്കാം. ഇവിടെ വന്ന് വാങ്ങുന്നടാ നീ. നിനക്കല്ല, അവിടെ അവിടെ നിനക്ക് തന്നില്ലേ. ഇതാ നീ തട്ടിപ്പിടുങ്ങുന്നടാ. നിന്റെ കയ്യിലുണ്ടല്ലടാ. അവനെ നോക്കണ്ട, അങ്ങോട്ട് മേടിക്കടാ. നിനക്ക് രണ്ടെണ്ണം നോക്ക്. വാ വാ, ഇവ നോക്ക് 2-3 കൈ കിട്ടിട്ട് പിന്നെയും പേരുന്നു കൈ പിടിച്ചത്. അത് കുട്ടി വരാൻ മാട്ടിങ്ങതേ, അത് വരവേ മാട്ടിങ്ങതേ. ദേ പാര്, ദേ പാര്. ഇതാ, അയ്യോ பெருசா எடுத்துட்டு தான் போகுது. ஆமா, பாரு பாரு ஓட்டுது. பாரு பெருசா பார்த்தா பயப்படுது. பாரு இல்ல ஓடுது. അപ്പം ഞങ്ങൾ ഇനി മല ഇറങ്ങാണ്. അന്ന് രാത്രി നമ്മൾ വന്നതിൻ്റെ വീഡിയോ കണ്ടു. ഇനി ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മല ഇറങ്ങാണ്. ഇതാ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇതാ ഫ്രണ്ടിൽ ഒരാൾ ഇതാ പോകുന്നു, ബാക്കി എല്ലാവരും പോയി. ഇനി അവിടെ എത്ര 4-5 പേരേ ഉള്ളൂ അല്ലേ? 5 ആള്. രാവിലെ തന്നെ കോറിയിലൊക്കെ പണി തുടങ്ങി. ഏത് താഴ്ച അല്ലേ? താഴ്ച കിട്ടുന്നുണ്ട്. ഇതാണ് ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇവിടെയൊക്കെ പിന്നെ പാറ കൊത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് കയറാൻ നല്ല സുഖമുണ്ടല്ലേ. പണ്ട് ഇതൊന്നും ഇല്ലാണ്ട് ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ നല്ല ഇതുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണോ ഹൈറ്റുണ്ട് സംഭവം. രാവിലെ എണീറ്റപ്പോഴേ ഈ പാറക്കൂടെ നടന്നൊരു കാല് കുത്താൻ പറ്റണില്ല. പിന്നെ ആദ്യം 2-3 സ്റ്റെപ്പ് അങ്ങോട്ട് വച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഓക്കെ. അല്ല, നമ്മള് എപ്പോഴും ഷൂട്ടല്ലേ ശീലം. നമ്മള് ചെറുപ്പത്തിലൊക്കെയാണ് ഈ പാറക്കൂടെ ഒക്കെ നടന്ന് ഓടിക്കാടി നടന്നുള്ള പരിചയം. നമ്മൾ ഈ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആര് ചെരുപ്പിടാണ് നടക്കുന്നത്. പിന്നെ കാല് നല്ല സോഫ്റ്റ് ആയില്ലേ, കാലിന്റെ അടിയൊക്കെ ശരിക്കും സോഫ്റ്റ് അല്ലേ. അതാണ് ഞാൻ പിന്നെ ചെരുപ്പ് ഇട്ടിട്ടില്ല. രാവിലെ എണീറ്റപ്പോ മാത്രം കാല് കുത്തിയപ്പോ ഒരു തരിപ്പ്, ഒരു തരിപ്പും അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് 2-3 സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോ സംഭവം നോർമലായി. ഇതിവിടെ നല്ല കാഴ്ചയുണ്ട് അല്ലേ ഈ ഏരിയയില്. പക്ഷെ മഞ്ഞ് മാറിയിട്ടില്ലാണ്ട് ഇപ്പോഴും. സൂര്യനൊക്കെ എത്തി.
നമ്മളവിടെ ഈ ഇത് വലയം വെച്ചില്ലേ? ആ അതന്നെ പുറത്ത് മഴക്കാർ കാരണം അങ്ങനെ നിൽക്കാം. മഴക്കാരും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതെ, പക്ഷെ വന്നതും ഇറങ്ങണതൊക്കെ നല്ല ക്ലൈമറ്റിലാട്ടാ. അതെ, എവിടുന്ന് കയറ്റ് ട്രെയിന് പോണതാണോ മറ്റേ ഇത് ഊതുന്നാണോ? അതിങ്ങനെ ശംഖ് ഊതുന്ന പോലെ സൗണ്ട് കേൾക്കണു. ഇവിടെ അതെ. മലയിൽ നിന്ന് അങ്ങനെ ഇറങ്ങുന്ന സീന്. പക്ഷെ രാത്രി വന്നപ്പോൾ ഒന്നും മനസ്സിലായില്ല കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും കാണുന്നത്. രാത്രി വന്നപ്പോ അന്ന് വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ടയേർഡ് ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, മലയുടെ വലിപ്പം കയറ്റമൊന്നും അറിയുന്നില്ലല്ലോ. ഇപ്പോഴല്ല അറിയുന്നു. എവിടെ ആളെവിടെ പോയി? ആളെങ്ങോട്ട് കാണാനില്ല. ആളെ കാണാനില്ല. പക്ഷെ ഇപ്പൊ പുതിയത് ഇട്ട പോലെ ഉണ്ടല്ലേ? ഇപ്പൊ ഇട്ടതാ? കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഈ പ്രാവശ്യം ഇങ്ങനെ ഇപ്പൊ ശരി. ഇവിടെ ഒരു കുത്തനെ ഇറക്കമാണ് അല്ലേ? ഇവിടെ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ തന്നെ അങ്ങോട്ട് താഴെ എത്തിയില്ലേ? അതാരാ? ഫസ്റ്റ് കോട്ട കൊടുത്തിട്ട് നടന്നില്ലേ? അവിടെ ചേച്ചി ഇപ്പൊ പോന്നുള്ളൂ അല്ലേ? ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളൂ ചേച്ചി. മെല്ലെ. അതെ, ഇവിടെ ശരിക്കും കുത്തനുള്ള ഇറക്കം ഉണ്ടാവും. ഇവിടെ ശരിക്കും ഒരു കുത്തന ഒരു ഇറക്കം കേട്ടോ. ഈ ഒരു ഇറക്കം കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റാണ്. ഈ മഴയത്തൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കയറുന്നത്? ആരുടെ അടുത്ത് വേറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു? അതോ വിനോദ്? വിനോദ് പണിക്കോ ഒന്ന് പറഞ്ഞു തരുന്നില്ലേ? അതെ, ഞാൻ പിടിക്കാം. അത് വാങ്ങാം. അത് ചേച്ചിയിൽ നിന്നത് വാങ്ങാം. നോക്ക്, ബുക്കിംഗ് ചെയ്തിട്ട് വരികയാണെന്ന്. அக்கா கொடுத்துருங்க அக்கா, நீங்க பயப்படாதீங்க. உங்களுக்கு கீழே வந்து சாமான் கிடைக்கும். ஆனும் பிரச்சனை இல்லை, அவர் அதெல்லாம் தாங்கிக்குவாரு. நீங்க எங்க இருந்து வரீங்க? திருநெல்வேலி இருந்து வரீங்களோ? எல்லா மாசமும் வருவீங்களா? இந்த முதல்ல வந்திருக்கீங்க. எப்படி பிடிச்சிருச்சு? ரொம்ப பிடிச்சிருக்கு. ரொம்ப பிடிச்சிருக்கா? எப்போ உங்க அனுபவம் எப்படி? உண்மையிலே ஒரு அனுபவம், புதிய வாழ்க்கையில பயணம் அடைஞ்ச மாதிரி. அப்படியா? இந்த ஜென்மத்திலே இதுக்கு மேல ஒண்ணுமே கிடையாது மாதிரி. நல்லா இருக்கட்டும். இப்படிதான் இருக்கு. இந்த காலை ஒன்று வச்சு இந்த லெஃப்ட் கால் இந்த கால் இப்படி வச்சு இப்படி இறங்குனீங்கன்னா എത്ര സ്റ്റെപ്പ് വേണമല്ലോ. ഈ മലയിൽ വരുന്നവർക്കെല്ലാം നല്ല അനുഭവങ്ങളാണ് പറയാനുള്ളത്. ഒന്നും മോശമായിട്ട് ഒരു കാര്യവും പറയാനില്ല അല്ലേ? பரவாயில்லக்கா, அது இடையில நாங்கள் வாங்கிக்கிறோம். அதெல்லாம் நாங்கள் சொல்லுவோம். ഇവിടെ നിന്നൊരു കുത്തന ചേച്ചി ആദ്യമായിട്ട് വന്ന ആളാണ്. പിന്നെ നല്ല അവർക്ക് ഇനിയും ഒരിക്കൽ വരുന്നവർ പിന്നെയും വരാൻ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ
പക്ഷെ മനസ്സ് നന്നായിരിക്കണം, പരിശുദ്ധമായിരിക്കണം എന്നാണ് അവർ പറയണത്. ഞാൻ പിടിക്കണ ആവോട്ടാ. താണ് സ്ഥലം. താഴെ മഞ്ഞായതുകൊണ്ട് വലിയ ക്ലിയർ അല്ല അല്ലേ. ഇവിടെയൊക്കെ നല്ല പാറക്കെട്ടല്ലേ. പഴനിയപ്പലൊന്നും ഇവിടുന്ന് കാണുന്നേയില്ലല്ലോ, മഞ്ഞ പറഞ്ഞിട്ട് അങ്ങോട്ട് ദൂരോട്ടൊന്നും കാണുന്നില്ല. അവർ വേഗം ഇവിടുത്തെ പാറയൊക്കെ ഒരു മഞ്ഞ പാറ അല്ലേ. ആ സോഫ്റ്റ് കല്ലാന്നു അല്ലേ, വെള്ളക്കല്ല് പോലെ അല്ല. പക്ഷെ ഉള്ളിലോട്ട് ഇത് പൊട്ടിച്ച് ഉള്ളിലോട്ട് കരിങ്കല്ലായിരിക്കില്ലേ. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടങ്ങേറിടാൻ വരുന്നില്ലേ. ഓൾറെഡി അവിടെ ഒരു കോറി ഉണ്ടെന്ന് താനും. അത്യാഗ്രഹികൾ കണ്ണുവയ്ക്കുന്നല്ലേ. നല്ല രീതിക്ക് പോകുന്നതിനൊക്കെ എങ്ങനെ നശിപ്പിക്കാന്ന് പറഞ്ഞ് കുറേ എണ്ണം ഉണ്ടാവൂലേ. ആ പാറയ്ക്ക് ഇരിക്കണ നോക്ക്, ഇപ്പൊ വീഴുന്നുള്ള ഇതിലായിരിക്കണം നോക്ക്. കണ്ട എടുത്തു വെച്ച പോലെ ഇല്ലേ. എന്താ ആ പാറ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എടുത്തു വെച്ച് വീഴാതിരിക്കുന്ന പോലെ ഇല്ലേ. പുൽത്തൈലത്തിൻ്റെ അല്ലേ ഇതല്ലേ പുൽത്തൈലം. നല്ല മണമുണ്ടോ അതേപോലത്തെ വെട്ടിയിട്ടിരിക്കുന്നു. ഇത് ഉണക്കി വെച്ചാലും നല്ല മണമായിരിക്കും. നീ ചായ വയ്ക്കാനൊക്കെ എടുക്കുന്നുണ്ടാ? ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ചുക്കാപ്പി അല്ലേ, എണ്ണപ്പുല്ല് നല്ല മണമായിരിക്കും. ചായയൊക്കെ വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നിന്ന് പറിച്ചിട്ട് പോകണം വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ എണ്ണപ്പുല്ലുണ്ട്. അപ്പോൾ ഒരു കാലത്ത് ഈ എണ്ണപ്പുല്ല് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അറിയോ, തൈലം എടുക്കാൻ വേണ്ടിയിട്ട്. ലെമൺ ഇത് ലെമൺ ഗ്രാസാ? അല്ലല്ല, ലെമൺ ഗ്രാസ് വേറെ. ഇത് ഇങ്ങുള്ള ലെമൺ ഗ്രാസ് എന്ന് தெரியாது. எங்களுக்கு அங்கே வரும் ஜப்பானோடது வரும். நல்ல ஃப்ளேவராக இருக்கும். ഞാൻ ഒരു தடவை வாங்கிட்டு வந்திருக்கேன். அதுக்கு ஃப்ளேவர் இதுக்கு ஃப்ளேவர் ரொம்ப டிஃப்ரெண்ட். நல்ல மனம் இருக்குது. ഞാൻ ஒரு தடவை வீட்டில் வாங்கிட்டு வந்திருக்கேன் லெமன் கிராஸ்ன்னு சொல்லிட்டு. லெமன் கிராஸ் இருக்குது, வேற ஒன்று இருக்குது. லெமன் கிராஸ் சொல்லுறது இது லெமனோட இலை ലെമൺ ഗ്രാസ്. ഈ വേറെ ഒന്ന് ഇതുപോലെ വേറെ ഒരെണ്ണം വരുന്നുണ്ട് അവിടെ. അത് നല്ല ഫ്ലേവറാണ്. അവിടെ നേരത്തെ ഇറങ്ങിയവരൊക്കെ ഇവിടെ ഒക്കെ വന്ന് ഇരിക്കുക സ്റ്റേ ചെയ്യണല്ലേ. ഇവിടെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണം അക്കന്മാരൊക്കെ. யாரு வேகு அவங்க வேக ஒன்றும் கிடையாது. ഇത് എന്നോட ബാഗ്, ഞാൻ തരമാട്ടെ. അല്ല അതെ ഇവിടെ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പുകയാണ് അന്ന് രാത്രിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഗുഹാരാണ്. അമേദിസ് ഒക്കെ ഇവിടെ വന്ന് റെസ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റും. അമേദി കാസ് ரெண்டு தடவையா? புதுசா பிறந்த மாதிரி இருக்கா? பரவாயில்லையே. மாத்திர மாதிரி இருக்கு. எல்லாரும் அதான் சொல்றாங்க, இங்க வந்தவங்களுக்கு ஒரு புது வாழ்க்கையா இருக்குன்னு சொல்றாங்க. மாத்திட்டேன். ஐயா தான் நம்ம. ஆமா ஆமா சித்தர் இருக்கிறார். வல்லநாட்டாரு மறுபூர் பாலக்காடு. அவங்க அவதாரம் எல்லாமே மறுபிறவி. எப்படின்னா ரூமுக்குள்ள போய் மறையும் போது ராமலிங்கம் தான் கைட்டு போடணும். ராமலிங்கம் சிதம்பரம்னு எழுதிட்டு போனாரு. ராமலிங்கம் சிதம்பரம்.
சிவனுடைய அவதாரம் அவருடைய அவதாரம் இது. நிறைய ஸ்டோரி இருக்குல்ல, படிக்க போனால் நிறைய ஸ்டோரி இருக்குது. ஆமா, கதையே இருக்குது. சாமி ஏதாவது எழுதலாம்ல சாமி, ஏதாவது சொல்லலாம்ல சாமி, சொல்லி என்ன சாமி எழுதலாம், நம்ம தான் எல்லாம் எழுதிட்டோமே. அது சூழ்ச்சிமத்தை புரிஞ்சுக்கணும். எல்லாம் தான் நம்ம எழுதிட்டோமேன்னா, நான் தான் வரலாறு எல்லாம் உங்களுக்கு என்ன தேவையோ அம்புட்டி உருவாக்கி வச்சிருக்கேன்னு அதை வழிபாடு பண்ணி இங்கே பின்னாடி வந்து சேருங்கன்னு சொல்லி தானே சொல்லிட்டு போயிருக்காரு. எல்லாம் எழுதிட்டோம்னா அர்த்தம் என்ன, எழுதிட்டோம்னு சொல்ல மாட்டாரு, சாமின்னு சொல்ல மாட்டாரு. ஓ, எழுதிட்டோம் அப்படி தனியா நம்ம தான் எல்லாமே எழுதிட்டோமே சாமி, எல்லாரும் படிச்சாச்சே அப்படின்னு அர்த்தம் என்ன, நாம தான் புரிஞ்சுக்கணும். அவர் சொல்லுவாரு அதை கொண்டு போய் சேர்க்கறது நம்ம கடமை. பிள்ளைகள்ட்ட சொல்லி கொடுக்கணும். ஏன் கோழியை வெட்டாத, கிடாய வெட்டாத, அவனை அடிக்காத, அன்னதானம் பண்ணு, நல்லது செய்யு, இங்க வா, தீபம் போடு, கும்பிடு. நாம இங்க அனுபவிச்சாதான் மற்றவங்களுக்கு சொல்லி கொடுக்கணும். உங்களுக்கு கும்பாயம் கொடுத்தீங்கன்னா அந்த கும்பத்தஞ்சு அந்த பொறுப்பு ஏற்பட்டு உங்களுக்கு ஒரு உயிர்ப்பு சக்தி இருக்கும். சாமி அப்படிதான் அந்த மேக்னெட் வேலை செய்யும். இல்ல வேண்டாம் அவன் நம்ம கடமை. உயிர் கொலைகள் செய்யாம இருந்தாலே சரி, அது கரெக்டு தான். அது செஞ்சா போதும். ஏன்னா நான் ரோஜிங்கிறேன், நான் அப்படி மலை இறங்கி அங்கே வரணும். ഒരു ആൾട്രേഷൻ മൈൻഡ് സെറ്റ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ പാതിയിലെത്തി നിൽക്കണില്ലേ, പാതിയിലെത്തുമ്പോഴാണ് ഈ ഒരു റെസ്റ്റ്. പാതി എത്തി, ഇനി പാതി ദൂരം കൂടി ഉണ്ട്. ചെടികൾ, കാഴ്ചകളുടെ കുറേ കാലത്തിന് ശേഷമാണ് മല കയറുന്നതും ഇറങ്ങണതും. അവിടെ നിന്ന് ഇപ്പോഴും ആൾ കയറുന്നു. അതെ, ഓ, അതിനോട് അവർ വന്ന് എടുത്തിട്ട് പോയിക്കോളും. ഓ, വാച്ച് നോക്കാം. അത് ശരി. ആ, അവിടെ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി ഇങ്ങ് വന്നത് അല്ലേ. മോളിൽ നിന്ന് നോക്കുമ്പം അടുത്തുള്ള പോലെ ഉണ്ട്, പക്ഷെ ഇറങ്ങുമ്പോഴാണ് ദൂരം അറിയണില്ലേ. അതെ അതെ, പതിൻ്റെ കയറ്റം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ പതിൻ്റെ കയറ്റം കാട്ടി ഡബിൾ ഉണ്ടല്ലോ. അളക്കാൻ പറ്റാത്തൊരു സംഭവം അല്ലേ. പാറക്കെട്ടുകൾ ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് മയിൽ മാത്രം കണ്ടില്ല ഞാൻ. താഴുണ്ട്, കത്തുന്ന കേൾക്കുന്നുണ്ട്. ഞാൻ രാവിലെ എണീറ്റപ്പോഴേ മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ മോട്ടോട്ടൊന്നും കാണുന്നില്ല. താഴെ വരുള്ളൂ. പാവം ചേച്ചിയെ ഇത്ര വെയിറ്റുള്ള വേഗം തൂക്കിയിട്ട് എങ്ങനെയാണോ നടന്നത്? അതിശയം പോലെയാണ്. അല്ല, ഇവിടെ വന്ന് അങ്ങനെ പ്രത്യേകം പ്രതിഷ്ഠകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. പ്രത്യേകം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഒരു കുടുംബം പോലെയല്ലേ വന്ന് ജോയിൻ ചെയ്തിട്ട് പോകുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ അവരവരുടെ പൂജ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങ് പോയിന്നല്ലേ. ഇവിടെ അതിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ടല്ലേ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതന്നെ ഒരു വലിയൊരു അതെ, ചെയ്തിട്ട് അങ്ങ് പോവും മറ്റിടങ്ങളിലൊക്കെ. ഇവിടെ വലിപ്പം ചെറുപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വരുന്നു ഒരുപോലെ, എല്ലാവരും കൊണ്ടും കാര്യങ്ങൾ നടത്തി പോകുന്നല്ലേ.
ഇവരൊക്കെ ആൾക്കാർ ഇതെടുക്കാൻ വരുന്ന ഇത്രയും ആൾക്കാർ വരുന്നുണ്ടല്ലേ. ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങൾ ഇറക്കാൻ വേണ്ടി വരുന്ന കേട്ടോ. ഒരു ഭക്ഷണമൊക്കെ പാകം ചെയ്ത പാത്രങ്ങളൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാരാണ്. എത്ര പേരാണ് എനിക്ക് അവിടെ ഒരു കയറുന്നുണ്ടല്ലോ. മല അങ്ങെത്തിയത് ഹൈറ്റ് കണ്ട. മയിൽ എന്നെ മാടി വിളിക്കുന്നു, വേഗം വാ വേഗം വാ എന്ന് പറഞ്ഞ്. അതെ, താഴെ എത്തിയതും പൊട്ടിച്ച് രണ്ട് ഗ്ലാസ് വെക്കും, വേദന കൊടുക്കും. ഇത് പാത്രങ്ങളെടുക്ക എത്ര ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഒരു ഗ്യാങ് ആണല്ലോ. അവിടെ ഉണ്ട്. പിന്നെ ഇത്രയും കയറിപ്പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാതെ പിന്നെ ഇറങ്ങി വരാൻ പറ്റും. വിശക്കില്ലേ, തളരില്ലേ. കയറിപ്പോ നമ്മി അല്ല, ഞാൻ ഈ വെയിറ്റും തൂക്കി വെയിറ്റ് ഒരു കയ്യിലും തൂക്കിയിട്ട് ഞാനിത് എങ്ങനെയൊക്കെയാണ് നടന്നു വരണേ എനിക്ക് തന്നെ മനസ്സിലായില്ല. നമ്മുടെ പാലക്കുഴി ചെന്നിട്ട് മല കയറുമ്പോഴേ നോക്ക്, നിങ്ങൾ ആള് കൊള്ളാലോ. നോക്ക്, ഇവിടെ വേഗം പിടിക്കാൻ അടിയാണ്. അല്ല അല്ല, ഇത് പിടിക്കാം, ഇത് ഞാൻ നോക്കിക്കോളാം. ഇതാ ചേച്ചിയുടെ അല്ലേ, അത് ഞാൻ താഴെ എത്തിച്ചോളാം. അല്ല, ആൾക്ക് പുണ്യം കിട്ടുന്നത് പകുതി എനിക്ക് തന്നു. മറ്റുള്ളവര് നന്നായിരിക്കാൻ പ്രാർത്ഥിക്കാൻ കാരണം അവര് മോശമാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒന്ന് കിടപ്പാടില്ലേ. അത് അതിനേക്കാളും കോമഡി. അതെ, കടം ചോദിക്കുമല്ലോ അല്ലേ. ഞാൻ കണ്ടുപിടിച്ചത് ഇതാകുമ്പോ പിന്നെ കടം ചോദിക്കത്തില്ലല്ലോ അല്ലേ. ഈ പ്രാർത്ഥനയിൽ ഞാൻ അവര് പറയും എല്ലാവരും നന്നായിരിക്കണത്, അല്ലെങ്കിൽ ഇവര് നമ്മുടെ അടുത്ത് ചോദിക്കുമല്ലോ. ചേച്ചിക്ക് നന്നായിരിക്കട്ടെ പറയും. നമ്മള് നോക്കണേ സഹോദര ബന്ധം നല്ല. അടിപൊളി പ്രാർത്ഥന. ഏതായാലും പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത് താങ്ക്സ്. ഇനി ഞാക്കുമ്പോ പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ എല്ലാരും നോക്കണം. മുഴുവൻ പേര് നോക്കണം. പക്ഷെ ഇപ്പോൾ വെയിൽ കാലത്ത് വന്ന് ഇത്രയും പച്ചപ്പൊന്നും കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ആ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട്, ഉണക്കോ ഇതുണ്ട്, ഉണങ്ങിയ മരങ്ങളുണ്ട്. അതെ,
കാട് വെട്ടി തെളിക്കുന്നേ വഴി തെളിയിക്കണ്ടേ മാസം മാസം അല്ലേ? അല്ല അടുത്ത മാസം വരുമ്പോൾ ഇവിടെ കാട് കയറില്ല? ആ ചെറിയൊരു ഇതുണ്ടാവുള്ളൂ അല്ലേ ഒരു മാസം ആകുമ്പോഴത്തേക്കും? പക്ഷെ എനിക്ക് നല്ല ഭാഗ്യമായിരുന്നു അല്ലേ 6 മാസം കൂടി ആ ഒരു ഇതിൽ വന്നത്. കറക്റ്റ് ടൈമാണ് അല്ലേ? അതുകൊണ്ട് എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റി. അപ്പം ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് വരാൻ പറ്റാണ്ടിരുന്നില്ലേ? അതാണ് കാര്യം. ഏകദേശം ആ മല അങ്ങെത്തിയില്ലേ? ഇപ്പോഴാണ് പകൽ വരുമ്പോഴാണ് ഇതിൻ്റെ ഹൈറ്റ് ശരിക്കും അറിയുന്നില്ലേ? നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഇപ്പം ഇറങ്ങി വന്നത്. അതിൻ്റെ മുകളിൽ അതന്നെ ഈ കാണുന്ന നല്ല സംഭവമായി അതിൻ്റെ അപ്പുറത്ത്. വേഗണ്ട് താഴോട്ട് വരുന്നവരും മയിലിൻ്റെ സൗണ്ട് കേൾക്കാം. വേഗം വായോ എന്ന് മാടി വിളിക്കുന്നു. താഴോട്ട് വന്നപ്പോൾ പിന്നെ പക്ഷികളൊക്കെ കാണാൻ തുടങ്ങിയില്ലേ? ദാ മയിൽ കണ്ടു ഞാനേ. ദാ നിൽക്കുന്നു പീലിയൊക്കെ ഉയർത്തിയിട്ട്. വാലിൻ്റെ നീളം പക്ഷെ ഇവിടെ നിന്ന് കിട്ടില്ല കേട്ടാ. ആ ചെറുതായി കിട്ടുന്നുണ്ട്. ഇല്ല ഇവിടെ സൂം ചെയ്തിട്ടൊന്നും ഇല്ല. ചെറുതായിട്ട് കാണുള്ളൂ കേട്ടാ. അറിയണില്ല പക്ഷെ സൂം ചെയ്തിട്ട്. അമ്മോ വാലിൻ്റെ മുകളിൽ ഹൈറ്റിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്നത്. ഇറക്കാറങ്ങുമ്പോൾ കാലൊക്കെ വിറയ്ക്കണം. കയറ്റം കയറിയപ്പോൾ പറഞ്ഞില്ല രാത്രി ആയതുകൊണ്ട്. വെയിറ്റിങ് ഇപ്പോൾ ചേച്ചിയുടെ വഴിയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റും. എൻ്റെ അമ്മേ முதல்ல மலையில் இருந்தாருக்கு 6 வருஷம் தான் பேசுற பாருங்க. அறிவு இருக்கா നമ്മൾക്ക് ബസ്സിലൊക്കെ ഇവിടെ പനി വരുവാണെങ്കിൽ എങ്ങനെയാ ഇറങ്ങിയിട്ട്? ഇവിടേക്ക് ഏത് ബസ്സാ വരിക? പാപ്പംപെട്ടി. അവിടെ നിങ്ങൾ നടക്കണോ? ഓ ഓട്ടോ വരൂലേ? 100 റുപ്യ. ഇവിടെ 100 റുപ്യ വാങ്ങുള്ളൂ. കേരളത്തിലാണെങ്കിൽ അതിനൊക്കെ ഡബിളിൻ്റെ ഡബിൾ വാങ്ങൂലേ? അതുകൊണ്ട് അതിനോട് ചേർത്തി വാങ്ങുന്നതാണ്. நான் இவ்வளோ தூரம் வந்து திருப்பி தனியாக வருது வரையும்போ சரி வா வரணும் கல் எடுத்து வச்சு கொடுக்கும். எவ்வளோ ஆச்சு? 140 ரூபாய் வரும். மீட்டருக்கு மேலே 10 ரூபா விடுங்க. നിജമാ മീറ്റർക്ക് മേലെ 10 പോതുവാ പോതും. എന്നാലും കഷ്ടമുണ്ട്. നിങ്ങൾ ദുബായിക്കാരനെ നിങ്ങൾ മല കയറ്റി ചിറക്കിപ്പിച്ചില്ലേ, നടത്തിച്ചില്ലേ? കാരണം നാഗയിലെ പട്ടാളാണ്. നാഗയില അഗോരി നാഗ അഗോരി ഇങ്ങനെ 10 തരം പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇതിലുള്ളത്. ആ ഒരു ഗ്രൂപ്പിൽ പെട്ടതാണ്. ഫസ്റ്റ് നാഗയാണ്. നിങ്ങളെ ഫാമിലി നിങ്ങളുടെ അച്ഛനിൽ പെട്ടതല്ല. അതാണ് നിങ്ങൾ വന്നത്. അതും ഒരു കാര്യം ശരിയായിരിക്കും. ശരിയായിരിക്കും ശരിയാണ് സംഭവം. ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് എത്തില്ലല്ലോ.
അപ്പോൾ ഇറങ്ങി പോലെ ആക്കി ഈ മലയ്ക്ക് വന്ന് ഇതൊക്കെ എടുപ്പിച്ച് വന്ന സംഭവം അതിട്ടുണ്ട്. മല ഹൈറ്റ് താഴെ പോയ കാണാം. അമ്മേ വലിയ സംഭവമാണ് ഇത്, പഠിച്ചൊന്നും തീരില്ല. സംഭവങ്ങൾ അതൊക്കെ ശരി തന്നെയാണ്. ഏത് കാര്യം അവർ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നമ്മൾ പഠിച്ച് ചെല്ലുമ്പോൾ പിന്നെയും അങ്ങോട്ട് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങും തോറും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിനുള്ളിലേക്ക് ആർന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാട്ടിനുള്ളിലേക്ക് പോകും. അതാ പറഞ്ഞ അറ്റം ഉണ്ടാവില്ല. ഇവിടെ എന്ത് കണ്ടാലും പങ്ക് കുറിക്കില്ലേ, അറ്റം ഉണ്ടാവില്ലല്ലോ. ഇനിയൊരു 100 അടിയും കൂടി ഉണ്ടാവും അല്ലേ. ഇപ്പോഴാണ് ഇച്ചിരി ചൂട് തോട്ടാൻ തുടങ്ങി കേട്ടോ. നെഗറ്റീവ് ആണല്ലേ. അതാ താഴെത്തും തോറും ചൂട് അനുഭവപ്പെടുന്നു. വേർക്കാനും തുടങ്ങി. നമ്മൾ ടൂർ പോണ മാതിരിയാണ്. തിരിച്ച് വീടെത്താറാകുമ്പോൾ നമ്മൾ അങ്ങനെ മുഖപത്ത് പോകും. അതെ, വീടെത്തിയ എല്ലാവരും ഫോണ് എല്ലാവരും അടിക്കണ്ടല്ലോ. കാണണം പറഞ്ഞ് വരുന്ന വഴി ഉടുമ്പെട്ടില്ലേ പോകുമ്പോഴേ കാണാൻ പറഞ്ഞ് ലേറ്റായില്ലേ. അവിടെ മല കാണാം. ആ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയതിൽ. ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഇല്ല, ഒരു ഹൈറ്റും കൂടെ ഉണ്ടല്ലേ. ഒരു ഹൈറ്റ് നമ്മൾ വന്ന കാറ്. ഇനി ഇവിടുന്ന് ഇവിടെ യാത്ര പുറപ്പെടുകയാണ്. ഇവിടെ താഴെ വന്ന നല്ലൊരു പച്ചപ്പുണ്ടല്ലേ ശരിക്കും. എവിടെ മയിലിനെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കൊല്ലും ഞാൻ. പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ച് മയിലിനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടല്ല, ഇവിടെ വന്ന് കാണുന്നതിന് അതിനൊരു പ്രത്യേകതയില്ലേ. കരച്ചിൽ മാത്രം കേൾക്കണുള്ളേ. ആണ് നമ്മൾ നോക്കാം. മല കാണാം. ഇവിടെ കയറുന്ന ആൾക്കാർ കയറുന്ന ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇത് ഉറുമ്പ് പോലെ കാണാം. പക്ഷെ മുകളിൽ എനിക്ക് കാണുന്നില്ല. ഇതാ പോണ ആ പോയിന്റ്. ഇതാണ്ട എത്താറായി സംഭവം. ഇവിടെയാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു വിഘ്നേശ്വരൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മുകളിലോട്ട് കയറുക. ഇറങ്ങുമ്പോഴും അതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ അയ്യർമലയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുക അല്ലേ. ലാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. പോയ ഭാഗങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിപ്പോൾ എത്ര അടി മീറ്റർ ഉണ്ടാവും ഇത്?